ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ തുണിയും പൊക്കി പിടിച്ചോണ്ട് എങ്ങോട്ടാന്നല്ലേ? അല്ല, തുണിയും പൊക്കി പിടിച്ചോണ്ടല്ല, തുണി എടുത്തോണ്ട്. ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടാ. ഞാൻ ഇതിനെല്ലാം എടുത്തോണ്ട് കഴുകാൻ കൊണ്ടുപോകണ പോക്കാണിത്. ഇത് ഫുള്ള് കഴുകിയെടുക്കലാണ് ഇന്നത്തെ ടാസ്ക്. ഇത് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ആ ടാസ്ക് ഞാനങ്ങ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതവിടെ കിടക്കും. പിന്നീട് ഞാൻ തന്നെ കഴുകി വിട്ടണം. അപ്പോൾ അതൊക്കെ കൊണ്ട് വിരിച്ചിട്ടിട്ട് വന്നപ്പോഴാണ് എന്നെ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ സമ്മതിക്കാതെ പിടിച്ചു വെച്ചേക്കുന്നത്. പിന്നെ കുറച്ചു നേരം അങ്ങ് അവളൂടെ കളിച്ചോണ്ട് വന്ന്. എവക്കാണെങ്കിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ കൂടെ വേണം. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നാളെ കോളേജിൽ പ്രോഗ്രാമിന് കൊടുക്കാനുള്ള സെറ്റും മുണ്ടൊക്കെ പ്രീപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിന്ന്. ഇതും ഒരു കടുത്ത ടാസ്ക് തന്നെ ആയിരുന്നു. പിന്നെ ഒരു 2-3 മണിക്കൂർ ഇതിൻ്റെ പിറകെ അങ്ങ് പോയി. അല്ല, ഇതെനിക്ക് വലിയ വശമില്ലാത്ത പണിയാണേ. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ച് മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഫ്രൈ ആക്കാനായിട്ട് തട്ടി പാത്രത്തിട്ടപ്പോഴാണ് കൂടെ കുറച്ച് മുളകും. പിന്നെ അതിനെയൊക്കെ എടുത്ത് മാറ്റി മീനിന് കുളിക്കാനുള്ള വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഈ മുതുക്ക് മീനിനെ ഇവിടെ വിളിക്കുന്ന പേര് അമ്പട്ടപ്പാര എന്നാണ്. പല സ്ഥലങ്ങളിലും പല പേരാണേ. അപ്പോൾ അവന്മാരെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി മസാലയും പുരട്ടി റെസ്റ്റും പീസിൽ വെച്ചിട്ടുണ്ട്. മീൻ പൊരിക്കാനായിട്ട് എണ്ണയിൽ കുറച്ച് കരിവേപ്പില ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇവിടെ നടന്നൊരു സ്ഫോടനം വരുന്നു. പിന്നെ റെസ്റ്റും പീസിലാക്കി വെച്ചിരുന്ന മീനിനെ എടുത്ത് തിളച്ച എണ്ണയിൽ മുക്കിയെടുക്കണം. ഒരു വശം മൂത്താൽ പിന്നെ മറുവശം മൂപ്പിക്കണമല്ലോ. ആഹാ, മറിച്ചിടാൻ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ മമ്മി ഫ്രൈ റെഡി. പിന്നെ കുറച്ച് ബ്ലൗസൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു. ഇത് നാളെ പ്രോഗ്രാമിന് ഇടാനുള്ള ബ്ലൗസാണ്. ഫ്രണ്ടിനുള്ള ബ്ലൗസ് ഞാൻ എന്താ ഇവിടെ തച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എൻ്റേത് ഞാൻ ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല. ഇതിനി എപ്പോൾ തച്ച് തീരുമോ എന്തോ. എന്തായാലും ഇന്ന് രാത്രിയത്തെ ഉറക്കം പോയി കിട്ടി. അപ്പോൾ ഓക്കെ ബൈ. ഞാനിതെങ്ങനെയും തീരുമോ നോക്കട്ടെ.